സോഷ്യലിസ്റ്റ് ടോക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ലക്ഷദ്വീപിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ലക്ഷദ്വീപിലെ ഏക ഭരണാധികാരിയുടെ കരട് നിയമങ്ങളെ നവമാധ്യമങ്ങളിലൂടെ, മാധ്യമങ്ങളില്ലാത്ത ഡെമോക്രസിയിൽ അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ വളരെ പ്രധാനമായിട്ടും എടുത്തു പറയുന്ന മാധ്യമങ്ങൾ ഇല്ലാത്ത ഒരു കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലെ സോഷ്യലിസ്റ്റ് ടോക്ക് എന്ന നവമാധ്യമത്തിൽ നിരവധിയായ ലക്ഷദ്വീപിലെ ജനങ്ങൾ നേരിടുന്ന നിരവധിയായ വെല്ലുവിളികൾ കഴിഞ്ഞുപോയ എപ്പിസോഡുകളിലൂടെ നിങ്ങൾ കണ്ടതാണ്. എന്നാൽ ഇന്ന് സോഷ്യലിസ്റ്റ് ടോക്കിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ അവതരിപ്പിക്കുന്ന വിഷയം ഇന്ന് ലക്ഷദ്വീപിലെ ജനത നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന വെല്ലുവിളികളിലൊന്നായ തൊഴിലില്ലായ്മ എന്ന വിഷയമാണ്. യഥാർത്ഥത്തിൽ ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഒരു 10-30 വർഷത്തോളം അല്ലെങ്കിൽ 10-50 വർഷം നമ്മൾ പിറകിലോട്ടൊന്ന് സഞ്ചരിച്ചാൽ വീടുകളിലേക്ക് വന്ന് ജോലി തന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അഥവാ അന്ന് തൊഴിൽ മേഖലകളിൽ ആളില്ലാത്ത സാഹചര്യത്തിലേക്ക് കുറഞ്ഞ ക്വാളിഫിക്കേഷനിൽ ഉണ്ടായിട്ട് പോലും അവർ ജോലിയിലേക്ക് എടുത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിൽ നിന്നൊക്കെയും മാറി ഇന്ന് വന്ന് എത്തി നിൽക്കുന്നത് പഠിച്ച് പൂർത്തീകരിച്ച് PhD-യും MPhil-ഉം കഴിഞ്ഞ് നിൽക്കുന്നവർ പോലും അർഹതപ്പെട്ട തൊഴിലില്ലാത്ത സാഹചര്യത്തിലൂടെയാണ് ലക്ഷദ്വീപിൽ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം സ്വയം തൊഴിലായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്, അല്ലെങ്കിൽ സ്വയം തൊഴിലിനായിട്ട് നിലനിൽക്കുന്ന വരുമാനങ്ങളിൽ ഒന്നാണ് തെങ്ങ് കയറ്റവും മത്സ്യബന്ധനവും എന്ന് പറയുന്നത്. എന്നാൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ്, നിരവധിയായ പരിഗണനകൾ ലഭിക്കേണ്ട ലക്ഷദ്വീപ്, നിരവധിയായ തൊഴിലവസരങ്ങൾ ലഭിക്കേണ്ട ലക്ഷദ്വീപ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധിയായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതിലെ വളരെ കുറിക്കപ്പെടേണ്ടതായിട്ടുള്ള തൊഴിലില്ലായ്മയിൽ ഈ പറയപ്പെട്ട വിഷയത്തിൽ ഡിഗ്രിയും PG-യും MPhil-ഉം PhD-യും ഇങ്ങനെ തുടങ്ങി നിരവധിയായ ക്വാളിഫിക്കേഷനുകൾ ഉള്ളവരാണ് ലക്ഷദ്വീപിലുള്ളത്. യഥാർത്ഥത്തിൽ 10,000-ലേറെ വരുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തൊഴിൽ അർഹരായിട്ടുള്ള 10,000-ലേറെ വരുന്ന ജനങ്ങളാണ്, യുവാക്കളാണ്, യുവതികളാണ് ലക്ഷദ്വീപിൽ നിന്ന് നിലനിൽക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞുപോയ 5 വർഷക്കാലത്തോളം ഈ പറയപ്പെട്ട തസ്തികകളിലേക്ക് അഥവാ MSc, അതേപോലെ തന്നെ LD, ഇങ്ങനെ തുടങ്ങിയ നിരവധിയായ തസ്തികകൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനിലേക്ക് താഴെ 34 ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഈ 34 ഡിപ്പാർട്ട്മെന്റുകളിലും നിരവധിയായ തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. MSc, LD, സ്റ്റെനോഗ്രാഫി, ഇങ്ങനെ തുടങ്ങി നിരവധിയായ തസ്തികകളുണ്ട്. എന്നാൽ ഈ പറയപ്പെട്ട പോസ്റ്റുകൾ ഒന്നും ഫിൽ ചെയ്യാതെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ മാസം കഴിയുന്തോറും ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും റിട്ടയർമെന്റിന്റെ കണക്കും കൂടി വരികയാണ്. എന്നാൽ തന്നെയും ഈ പറയപ്പെട്ട തസ്തികകളിലേക്കോ ഈ ഡിപ്പാർട്ട്മെന്റുകളിലെ ഒഴിഞ്ഞ പോസ്റ്റുകളിലേക്കോ ഇന്ന് നിയമനം നടത്തുന്നില്ല. മറ്റൊരു വിഷയം എന്തെന്നാൽ ചില ഡിപ്പാർട്ട്മെന്റുകളിൽ MSc അല്ലെങ്കിൽ മറ്റിതര തസ്തികകളിൽ ഉള്ളവർ ചെയ്യേണ്ട ജോലി ചില ഡിപ്പാർട്ട്മെന്റുകളിൽ സ്റ്റെനോഗ്രാഫിംഗ് പോസ്റ്റ് വർക്ക് ചെയ്യുന്നവർ ചെയ്യേണ്ടി വരുന്നു. അല്ലെങ്കിൽ സ്കൂളിന്റെ സാഹചര്യം എടുത്തു നോക്കിയാൽ MSc ചെയ്യേണ്ട ഒരു ജോലി അവിടുത്തെ അധ്യാപകൻ ചെയ്യേണ്ടി വരുന്നു. കായിക മേഖലകളിൽ നിരവധിയായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. കാരണം അവർ അധ്യാപകരില്ല, മറിച്ച് അതേ സമയത്ത് മറ്റിതര അധ്യാപകർ ആ സ്ഥാനത്തേക്ക് വരുന്നു. അഥവാ അർഹതപ്പെട്ട തസ്തികകൾ ഉണ്ടായിട്ടും ആ അർഹതപ്പെട്ട തസ്തികകളിൽ കയറിപ്പറ്റാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ, വർക്ക് ചെയ്യാൻ അർഹരായിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിട്ടും ഈ പറയപ്പെട്ട തസ്തികകളിലേക്ക് അവരൊന്നും എത്തിപ്പെടാൻ പറ്റുന്നില്ല. കാരണം ഇന്നത്തെ ലക്ഷദ്വീപിലെ ഏക ഭരണാധികാരി അതൊക്കെയും പിടിച്ചു വച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ NSO നടത്തിയ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ തൊഴിലില്ലായ്മയിൽ ഇന്ത്യയിൽ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്നത് ലക്ഷദ്വീപാണ്. നാം അത് ചിന്തിക്കണം. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറിയ ദ്വീപും ഒരുപാട് പരിഗണനകൾ ലഭിക്കേണ്ട ഈ പറയപ്പെട്ട കൊച്ചു തുരുത്ത് ദ്വീപിൽ നിരവധിയായ വെല്ലുവിളികൾ ഉണ്ടായിട്ടും ആ വെല്ലുവിളികളേക്കും തരണം ചെയ്ത് പഠനം പൂർത്തീകരിച്ച് വരുമ്പോൾ ജനിച്ച നാട്ടിൽ ജോലിയില്ല, അർഹതപ്പെട്ട ക്വാളിഫിക്കേഷന് അർഹതപ്പെട്ട തൊഴിൽ ലഭിക്കുന്നില്ല. ആ തൊഴിൽ അവിടെ
വാക്കൻസി ഇല്ലാതിട്ടല്ല, മറിച്ച് നിരവധിയായ വാക്കൻസികളാണ്. ചുരുക്കി പറഞ്ഞാൽ 10,000-ലേറെ വരുന്ന ഉദ്യോഗാർത്ഥികളും 2,500-ഓളം അടുത്ത് വരുന്ന വാക്കൻസി പോസ്റ്റുകളും. ഇനി മറ്റൊരു വിഷയത്തെ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ, ഈ 2,500-ഓളം പോസ്റ്റുകളിലെ പല പോസ്റ്റുകളും അബോളിഷ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തെ ചുരുക്കി പറയുകയാണെങ്കിൽ, അബോളിഷ്മെന്റ് ചെയ്തുകൊണ്ട് ചില പോസ്റ്റുകൾ, അതായത് വാക്കൻസി പോസ്റ്റുകൾ ഫിൽ ചെയ്യാതെ ഒരു കാലയളവ് കഴിഞ്ഞാൽ ആ പോസ്റ്റ് ഫിൽ ചെയ്യാഞ്ഞാൽ അത് അബോളിഷ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാം. ആ സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ വാക്കൻസി പോസ്റ്റുകളൊന്നും ഫിൽ ചെയ്യാത്തത്. അതുകൊണ്ടാണ് 135ഓളം വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോലീസിലെ 135ഓളം വരുന്ന പ്രൊമോഷൻ അടക്കമുള്ള 135ഓളം പോസ്റ്റുകൾ അബോളിഷ് ചെയ്തിട്ടുള്ളത്. നാം ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ലക്ഷദ്വീപിൽ ഈ പറയപ്പെട്ട വാക്കൻസി പോസ്റ്റുകൾ ഉണ്ടായിട്ടും ആ തസ്തികകളിലേക്ക് എന്തുകൊണ്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്നില്ല എന്നുള്ളതിൻ്റെ ചോദ്യത്തിനുള്ള പൂർണ്ണമായ ഉത്തരം എന്തെന്നാൽ, ആ പോസ്റ്റുകളൊക്കെയും അബോളിഷ് ചെയ്യണം. ഇന്നത്തെ ഭരണാധികാരിയുടെ സ്വപ്നം എന്തെന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപിന്റെ സാമ്പത്തികമായ വെല്ലുവിളികൾ കൊണ്ട് നിറക്കണം. നേരത്തെ സോഷ്യൽ സ്റ്റോക്കിന്റെ എപ്പിസോഡുകളിൽ നിങ്ങൾ കണ്ടതാണ്. ലാൻഡ് അക്വിസിഷനും ഇങ്ങനെ തുടങ്ങിയ നിരവധിയായ കരട് നിയമങ്ങൾ നിങ്ങൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെയുള്ള കൂട്ടിച്ചേർക്കാൻ അർഹതപ്പെട്ട ഒന്നാണ് ലക്ഷദ്വീപിലെ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന വിഷയം, അല്ലെങ്കിൽ വെല്ലുവിളി. ഇതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ലക്ഷദ്വീപിൽ സാമ്പത്തികമായ വെല്ലുവിളികൾ നേരിടണം. ആ സാമ്പത്തികമായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് സ്വന്തമായി ഈ നാട്ടിൽ നിന്ന് മറ്റിതര രാജ്യങ്ങളിലേക്കും മറ്റിതര നാടുകളിലേക്കും തൊഴിൽ തേടി നാം പോകണം. കാരണം സാമ്പത്തികമായിട്ടുള്ള നിലനിൽപ്പ് നമുക്കില്ല. ആ നിലനിൽപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയപ്പെട്ട കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എടുത്തു നോക്കിയാൽ, കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് MSc പോസ്റ്റിലുള്ളവരെ അവരുടെ ഓഫീസ് വർക്കുകൾക്ക് പകരം നാട്ടിലെ തെരുവോരങ്ങൾ അടിച്ചു വൃത്തിയാക്കുന്നതിനായിട്ട് നിയമനം നടത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട തസ്തികകളിലുള്ളവർ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ പൂർണ്ണമായ രേഖകൾ എടുത്തു നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ പറയപ്പെട്ട പോസ്റ്റുകളിൽ ചെയ്തിരുന്ന വർക്കുകൾ ഓഫ്ലൈനിലൂടെ അഥവാ ഓഫീസിൽ തന്നെ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ട പല വർക്കുകൾ ഉണ്ടായിട്ടും അതെല്ലാം ഇന്ന് ഓൺലൈനിലേക്ക് മാറി എന്ന സാഹചര്യത്തെ പറഞ്ഞുകൊണ്ട് MSc പോസ്റ്റിൽ വർക്ക് ചെയ്തവരെയെല്ലാം ഇന്ന് നാട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പ്രായവും നോക്കാതെ, അല്ലെങ്കിൽ പ്രായമുള്ളവരും ചെറുപ്പക്കാരുമായിട്ടുള്ള MSc പോസ്റ്റിലുള്ളവർ ഇന്ന് നാട് വൃത്തിയാക്കി നടക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിന്റെ പൂർണ്ണമായ കാരണം എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറെ നാളുകളായി 3000-ലേറെ വരുന്ന പോസ്റ്റുകളിൽ നിന്ന് പിരിച്ചുവിടലുകൾ ഉണ്ടായി. ആ പിരിച്ചുവിട്ടതിനെ നവമാധ്യമങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും രാഷ്ട്രീയ ബോധമുള്ള ദ്വീപ് ജനത ലക്ഷദ്വീപ് ഭരണാധികാരി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞ ആ വാക്കിനെ മാറ്റിത്തിരുത്തിക്കൊണ്ട് ജോലിയിൽ നിന്ന് നാം തന്നെ സ്വന്തമായി പിരിഞ്ഞുപോയെന്നാക്കി തീർക്കാൻ വേണ്ടി മാനസികമായ സമ്മർദ്ദത്തിന്റെ സാഹചര്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ഈ പറയപ്പെട്ട നാട് വൃത്തിയാക്കുക എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. കാരണം ആ സാഹചര്യത്തെ തുടർന്ന് മാനസികമായ സമ്മർദ്ദം ഉണ്ടാവുകയും സ്വന്തമായി പിരിഞ്ഞു പോകണം എന്നുള്ള രീതിയിലേക്ക് ആക്കി തീർക്കാൻ വേണ്ടിയാണ്. കാരണം അങ്ങനെ ആവുമ്പോൾ പിരിച്ചുവിട്ടതാണ് എന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടാവുകയില്ല, അവർ സ്വന്തമായി പിരിഞ്ഞു പോയതാണ് എന്നാക്കി തീർക്കാൻ സാധിക്കും. ഇങ്ങനെ തുടങ്ങിയ വികൃതമായ ചിന്താഗതിയും വ്യത്യസ്തമായ ഓർഡറുകളുമാണ് ലക്ഷദ്വീപിന്റെ മണ്ണിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതും നടമാടിക്കൊണ്ടിരിക്കുന്നതും. ഞാൻ നേരത്തെ പറഞ്ഞു തുടർന്ന പോലെ തന്നെ 2,500ഓളം വാക്കൻസി പോസ്റ്റുകൾ എടുത്തു നോക്കുമ്പോൾ ലക്ഷദ്വീപിലെ ഓരോ വർഷവും ലക്ഷദ്വീപിൽ നിന്ന് ഉന്നത പഠനത്തിന് വേണ്ടി +2 പഠനം കഴിഞ്ഞ് ഡിഗ്രിയും PGയും B.Edഉം തുടങ്ങി എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് വേണ്ടി വൻകരകളിലേക്ക് എത്തുകയും ഡിപ്ലോമ ഡിഗ്രി പോലുള്ള കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് നാട്ടിലേക്ക് എത്തുമ്പോൾ അവർക്ക് തൊഴിലില്ല. ഓരോ വർഷവും കഴിയും തോറും ഒരു പ്രതീക്ഷകളാണ്. എന്നാൽ ഇന്ന് ലക്ഷദ്വീപിന്റെ മണ്ണിൽ തൊഴിൽ എന്നുള്ള മേഖലയിൽ പ്രതീക്ഷയില്ലാത്ത യുവത്വമാണ്, അല്ലെങ്കിൽ യുവാക്കളാണ്, യുവതികളാണ് എന്നുള്ളത്. കാരണം ആ അവസരങ്ങൾ ഇന്ന് ഒരു ഏകഭരണാധികാരി പിടിച്ചു വച്ചിരിക്കുകയാണ്. ഇവിടെ നാം ജനിച്ച മണ്ണിനെ പിടിച്ചു വച്ചതുപോലെ ഇവിടെ എങ്ങനെ സഞ്ചരിക്കണം, എപ്പോ സഞ്ചരിക്കണം,
ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം, ഇങ്ങനെ തുടങ്ങിയ ഓരോ ചോദ്യങ്ങൾക്കും ഇന്ന് ഉത്തരം നൽകുന്നത്, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ഓരോ കാര്യങ്ങൾക്കും എഴുതി പിടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ഓർഡറുകൾ ഇറക്കുന്നത് ഇന്നത്തെ ഭരണാധികാരിയാണ്. യഥാർത്ഥത്തിൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ പറയപ്പെട്ട സ്വാതന്ത്ര്യം കിട്ടി 75 വർഷത്തോളം ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഈ കൊച്ചു തിരുത്തായ ലക്ഷദ്വീപിന്റെ മണ്ണിൽ ഇന്നും യഥാർത്ഥത്തിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. ഇനി ലഭിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെ 1940-കളിലെ ബ്രിട്ടീഷ് ഭരണം എങ്ങനെയായിരുന്നു, ആ ഭരണ സംവിധാനം തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ലക്ഷദ്വീപിന്റെ മണ്ണിൽ. പറഞ്ഞു വരുന്നത്, ഈ പറയപ്പെട്ട ക്വാളിഫൈഡ് ആയിട്ടുള്ളവരായ ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിട്ട് പോലും അർഹതപ്പെട്ട സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല. 10,000-ലേറെ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും ആ അവസരങ്ങളെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 135ഓളം പോസ്റ്റുകൾ ഡീംഡ് അബോളിഷ് ചെയ്തു. അഥവാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോലീസിൽ നിന്ന് 135ഓളം പോസ്റ്റുകളെ ഡീംഡ് അബോളിഷ് ചെയ്തൊരു സാഹചര്യം നാം കണ്ടതാണ്. ഈ 135ഓളം പോസ്റ്റുകൾ ഡീംഡ് അബോളിഷ് ചെയ്തതിനെ തുടർന്ന് നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഇന്നത്തെ സമകാലിക ലക്ഷദ്വീപിന്റെ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സ്യത്തൊഴിലാളികൾക്കോ, ഇന്നത്തെ കച്ചവടക്കാർക്കോ, ഇന്നത്തെ സ്വയം തൊഴിൽ തേടി നടക്കുന്ന ലക്ഷദ്വീപിലെ ഓരോ വ്യക്തികളുടെയും അക്കൗണ്ടുകളിൽ അല്ലെങ്കിൽ അവരുടെ കൈകളിൽ കൃത്യമായ സാമ്പത്തികമായ പൈസകൾ അല്ലെങ്കിൽ സാമ്പത്തികമായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പറയപ്പെട്ടവർക്കും ഈ പറയപ്പെട്ട ദ്വീപ് ജനതക്കും കൃത്യമായ വരുമാനം ലഭിക്കുന്നില്ല. ആ വരുമാനം ലഭിക്കുന്നില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ ഉദ്ദേശം അവർക്ക് കൃത്യമായ ജോലിയില്ല എന്നുള്ളതാണ്. അഥവാ ഈ പറയപ്പെട്ട ലക്ഷദ്വീപിന്റെ മണ്ണിൽ സമകാലിക ലക്ഷദ്വീപിന്റെ സാഹചര്യത്തെ എടുത്തു നോക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികളും കച്ചവടക്കാരും സ്വയം തൊഴിൽ കണ്ടെത്തി നടക്കുന്നവർക്കും ഇന്ന് സാമ്പത്തികമായ അടിത്തറയില്ല. അഥവാ നിരവധിയായ വെല്ലുവിളികൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ലക്ഷദ്വീപിന്റെ മണ്ണിൽ നിലവിൽ എത്രത്തോളം മത്സ്യത്തൊഴിലാളികൾ കടങ്ങൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ലോൺ എടുത്തുകൊണ്ട് ഈ പറയപ്പെട്ട മത്സ്യബന്ധനത്തിന് ഇറങ്ങുന്നു എന്ന് നിങ്ങൾക്കറിയോ? ഈ പറയപ്പെട്ട കച്ചവടക്കാർ എത്രത്തോളം വ്യക്തികൾ ഇന്ന് ലോൺ എടുത്തുകൊണ്ട് ആ കച്ചവടം മുമ്പോട്ട് പോകുന്നെന്നറിയോ? എന്നാൽ ആ ലോൺ എടുത്തതിനെ തിരിച്ചടക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് സാമ്പത്തികമായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഇന്നത്തെ വേഗ ഭരണാധികാരിയുടെ ഉദ്ദേശവും, സാമ്പത്തികമായി നമ്മളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 135ഓളം പോസ്റ്റുകൾ ഡീംഡ് അബോളിഷ് ചെയ്തപ്പോൾ നാം ഒന്ന് ചിന്തിക്കണം. ഓരോ പോലീസ് ഉദ്യോഗസ്ഥന് ലഭിക്കേണ്ട വരുമാനത്തെ എടുത്തു നോക്കുമ്പോൾ ഈ 135ഓളം പോലീസ് ഇവർക്ക് ഓരോ മാസവും വരുമാനം ലഭിച്ചിരുന്നുവെങ്കിൽ, അഥവാ ഈ പോസ്റ്റുകൾ ഡീംഡ് അബോളിഷ് ചെയ്തിരുന്നില്ല എങ്കിൽ കോടികളായിരുന്നു ഓരോ മാസവും ലക്ഷദ്വീപിന്റെ മണ്ണിലേക്ക് ഇറങ്ങേണ്ടത്. ആ കോടികൾക്ക് അർഹതപ്പെട്ടവരാണ് മത്സ്യബന്ധന തൊഴിലാളികൾ, ആ കോടികൾക്ക് അർഹതപ്പെട്ടവരാണ് സ്വയം തൊഴിൽ കണ്ടെത്തുന്നവർ, ആ കോടികൾക്ക് അർഹതപ്പെട്ടവരാണ് കച്ചവടക്കാർ. പറഞ്ഞു വരുന്നത്, ഇങ്ങനെ തുടങ്ങിയ സാമ്പത്തികമായ മേഖലയെ നമ്മളെ ബുദ്ധിമുട്ടിക്കുക എന്നും സാമ്പത്തിക മേഖലയിൽ വ്രണപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തിന് ഏറ്റവും വലിയ ഉപയോഗിക്കുന്ന മരുന്നായിട്ടാണ് തൊഴിൽ അല്ലെങ്കിൽ തൊഴിലില്ലായ്മയെ അദ്ദേഹം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഞാൻ ഉൾപ്പെടെയുള്ള പഠനം പൂർത്തീകരിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ന് തൊഴിലില്ല എങ്കിൽ നാളത്തെ തലമുറ ലക്ഷദ്വീപിന്റെ മണ്ണിലേക്ക് ഓരോ ഉമ്മയുടെയും ഉദരത്തിൽ നിന്ന് ഭവനിയിലേക്ക് പെറ്റു വീഴുന്ന ഓരോ കുഞ്ഞിനും അർഹതപ്പെട്ട ഉദ്യോഗം ഉണ്ടാവുകയില്ല. ആ ഉദ്യോഗത്തിന് വേണ്ടി കപ്പലും അല്ലെങ്കിൽ വിമാനവും കയറി ഈ നാട് വിട്ട് പുറം രാജ്യങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരാനിരിക്കുകയാണ്. തീർച്ചയായും ഈ സാഹചര്യത്തെ നാം ഇന്ന് കണ്ണടച്ചിരുന്നാൽ, ഈ പറയപ്പെട്ട 135ഓളം പോലീസ് പോസ്റ്റുകൾ ഡീംഡ് അബോളിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ പറയപ്പെട്ട ഓരോ പോസ്റ്റുകളും ഡൈയിങ് ക്യാഡർ ആയിട്ടുണ്ടെങ്കിൽ, വരാൻ പോകുന്ന ദുരിതം അല്ലെങ്കിൽ ദുരന്തം ലക്ഷദ്വീപിന്റെ മണ്ണിൽ തൊഴിലെന്ന് പറയുന്ന ഒരു സാഹചര്യമേ ഉണ്ടാവുകയില്ല. വരാൻ പോകുന്ന തലമുറ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്തെന്നാൽ ലക്ഷദ്വീപിന്റെ മണ്ണിൽ തൊഴിലില്ല. ലക്ഷദ്വീപിലെ ജനതക്ക് സാമ്പത്തികമായ വെല്ലുവിളി നേരിടുന്നു. ഈ ലക്ഷദ്വീപിന്റെ മണ്ണും കടന്ന് പുറം രാജ്യങ്ങളിലേക്കും പുറം സ്ഥലങ്ങളിലേക്കും സ്വയം തൊഴിൽ കണ്ടെത്തി പോകുന്നു.
ഈ ലക്ഷദ്വീപിൻ്റെ മണ്ണിൽ യുവാക്കളോ യുവതികളോ ഉണ്ടാവുന്നില്ല. കാരണം അവരെല്ലാം കപ്പലും വിമാനവും കടന്ന് ഈ നാടും കടന്ന് മറു രാജ്യങ്ങളിലേക്കും മറു സ്ഥലങ്ങളിലേക്കും തൊഴിൽ തേടി പോകുന്ന ഒരു സാഹചര്യം. ഈ സ്വപ്നത്തെ ഒരിക്കലും ലക്ഷദ്വീപിന്റെ മണ്ണിലെ ജനത ഏക ഭരണാധികാരിക്ക് വിട്ടുകൊടുക്കാനോ, ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് തലകുനിച്ച് നമ്മൾ അവർക്കനുസരിച്ച് നിന്നാൽ ലക്ഷദ്വീപിലെ വരും തലമുറ തൊഴിലില്ലാത്ത, ലക്ഷദ്വീപിലെ വരും തലമുറ സാമ്പത്തികമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നുള്ള ഒരു ബോധം നിങ്ങളിലേക്ക് പറഞ്ഞുകൊണ്ട് സോഷ്യലിസ്റ്റ് ടോക്കിന്റെ അടുത്തൊരു എപ്പിസോഡ് വരുന്നവരേക്കും ബൈ.